ഹായ് ഫ്രണ്ട്സ്, മധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ്. അതിൻ്റെ കൂടെ മുരിങ്ങക്കായ പച്ചമാങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വരൂ നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3-4 പച്ചമുളക്, ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം. ഞാനിവിടെ ഈ കപ്പിനൊരു 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കണം ആദ്യം തന്നെ. അതിന് മുമ്പായിട്ട് ഈ മസാലയുടെ പച്ച സ്മെൽ പോകുന്നതിലേക്ക് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് ഒരു 3/4 വേവാക്കി എടുക്കാം. ഈ സ്റ്റേജിൽ നിങ്ങൾക്കതിൽ ഗ്രേവി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തണമെങ്കിൽ കുറച്ച് വെള്ളം, തിളപ്പിച്ച വെള്ളം ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഇതൊന്ന് അടച്ചിട്ട് വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തിളച്ച് പോകാൻ ശ്രദ്ധിക്കണം. ഇവിടെ എൻ്റെ ലിഡിൽ പ്രഷർ മുഴുവുള്ളതുകൊണ്ട് എനിക്കിവിടെ തിളച്ച് പോയിട്ടില്ല. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുരിങ്ങക്കായ അതൊരു 1/2 വേവ് ആവട്ടെ. എന്നിട്ട് മാത്രം മാങ്ങ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുരിങ്ങക്കായെ കുറച്ച് വെന്തതിന് ശേഷം നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് തിളച്ചാൽ മതിയാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് വന്ന് പോയി നോക്കണേ. ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഒരു 4-5 ചെറിയ ഉള്ളി, 1 കപ്പ് ചിരകിയ തേങ്ങ, അത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ചെമ്മീൻ, മാങ്ങ, മുരിങ്ങക്കായ എല്ലാം തന്നെ നല്ലപോലെ വെന്ത് ചേർന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് തിളപ്പിക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ തിളച്ച് വരുന്നുണ്ട്, നല്ലപോലെ ആയി വരുന്നേ ഉള്ളൂ. നോക്കൂ, നല്ലപോലെ തിളച്ച് ആ കറിയുടെ കളറെല്ലാം നല്ല ചേഞ്ചായി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇറക്കി വയ്ക്കാം. പിന്നെ അതിലേക്ക് നമ്മളൊരു വറുത്തിടണം. കുറച്ച് ചെറിയ ഉള്ളി, ഒരു 7-8 ചെറിയ ഉള്ളി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് എടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. Thanks for watching.